ഇങ്ങനെ പുതിയ വർഷങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ മനുഷ്യന്റെ ആയുസ് ചുരുങ്ങിപ്പോകുന്നു, ഖബറുകളിലേക്ക് അടുക്കുന്നു, പരലോകത്തേക്ക് അടുക്കുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, തുടിപ്പുകൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെയാണ് മനുഷ്യന്റെ സ്ഥിതി. അറബികള് ആദ്യമായി ആനുവൽ ഫീൽ കണക്കാക്കിയായിരുന്നു കൊല്ലത്തെ കണക്കാക്കിയത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് കഅബ പൊളിക്കാൻ വേണ്ടി വന്ന അബ്രഹത്ത് രാജാവിന്റെ നേതൃത്വത്തിൽ കഅബ പൊളിക്കാൻ വേണ്ടി വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കെല്ലാം അറിയാമത്. അതിനെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം വരെ അറബികൾ വർഷങ്ങൾ കണക്കാക്കി പോകുന്നത്. അതിന്റെ ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ് ഒരു പുതിയ കലണ്ടർ മുസ്ലിങ്ങൾക്ക് അനിവാര്യമാണ് എന്ന ചർച്ചകൾ വരികയും അത് എന്തിനെ സംബന്ധിച്ചായി ആസ്പദമാക്കി ആയിരിക്കണമെന്നുള്ള ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. കൂട്ടത്തിൽ ഉയർന്നു വന്ന സ്വീകാര്യമായ, എല്ലാവരിലും സ്വീകാര്യമായ അഭിപ്രായം ഹിജ്റയായിരുന്നു. ഹിജ്റയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന്, അവിടുത്തെ സ്വഹാബികൾ മക്കയിൽ നിന്ന് എല്ലാം ഒഴിവാക്കി വിട്ടുപോയ ഒരു പലായനത്തിനെ സംബന്ധിച്ചാണ് ഹിജ്റ എന്ന് പറയുന്നത്. 53-ാമത്തെ വയസ്സായിരുന്നു അന്ന് പ്രവാചകൻ ഉണ്ടായിരുന്നത്. ആ യാത്ര, ആ ഒരു പലായനം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ഒരുപാട് പാഠങ്ങൾ നമുക്കതിലുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ലിമ ഖലഖത്തില്ല ഇല്ലത്തി യാ റസൂലല്ലാഹ്. എന്തിനാണ് ഈ ചന്ദ്രക്കല അല്ലാഹു തആല സൃഷ്ടിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അല്ലാഹു തആലയാണ് അതിന് മറുപടി പറയുന്നത്. യസ്അലൂനക അനിൽ അഹില്ല. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തിനാ ഈ ചന്ദ്രക്കാല, എന്തിനാണ് ചന്ദ്രൻ, എന്തിനാണ് എന്നൊക്കെ ചോദിക്കും. ജനങ്ങൾക്ക് സമയങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല അങ്ങനെ സംവിധാനം ഉണ്ടാക്കി വെച്ചത്. വൽ ഹജ്ജ്, എന്തിനാ ഹജ്ജിന്റെ സമയങ്ങൾ നിശ്ചയിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു. ജഅലല്ലാഹു തആല മവാഖീത ലിസ്സൗമി വഇഫ്താരിഹിം, അതുപോലെ തന്നെ വഇദ്ദത്തി നിസാഇഹിം. അല്ലാഹു തആല ഈ ചന്ദ്രമാസത്തെ കണക്കാക്കി വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഹജ്ജിന്റെ സമയം കണക്കാക്കാൻ വേണ്ടി, അതുപോലെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി, അത് തുറക്കാൻ വേണ്ടി, അതുപോലെ തന്നെ സ്ത്രീകളുടെ ദീർഘകാലം നിശ്ചയിക്കാൻ വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് വേണ്ടിയാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിച്ചു കൊടുത്തു. ഹിജ്റ മാസത്തെ സംബന്ധിച്ച് ചെറിയൊരു ധാരണയും ഒരു അറിവുമൊക്കെ മുസ്ലിംകളായ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്നതാണ് ചെറിയ പ്രശ്നമായി ഞാൻ സൂചിപ്പിച്ചത്. നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മുഹറം എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി, ഞാൻ സൂചിപ്പിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ റബീഉൽ അവ്വലിലാണ് നടക്കുന്നത്, മുഹറത്തിലല്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറത്തിലെ അതിനുള്ള പ്ലാനിങ്ങുകളും ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ മുഹറത്തിലെ റബീഉൽ അവ്വലിലായപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിട്ടുപോകുന്നത്. അങ്ങനെ റസൂൽ മദീനയിൽ ചെന്നപ്പോൾ വജദൽ യഹൂദ യസൂമൂന ആശുറ, ജൂതന്മാരെ മുഹറം 10-ന്റെ അന്ന് നോമ്പരട്ടിക്കുന്നത് കണ്ടു റസൂൽ. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഇന്നൊരു നോമ്പരട്ടിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ആ ജൂതന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നോമ്പനുഷ്ഠിക്കുന്ന ഒരു വിബലമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞങ്ങളുടെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തി ഫിർഔനിന്റെ ആക്രമണത്തിൽ നിന്ന്. ഫിർഔനിനെയും കൂട്ടരെയും മുക്കി നശിപ്പിച്ചത് ഈ ദിവസത്തിലായിരുന്നു, മുഹറം 10-നായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന്റെ തലേത്തെ കൊല്ലമാണ് ഇത് പറയുന്നത്, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ 9-ന്റെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കും. 10 മാത്രമല്ല, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാമുമായി
ബന്ധമുള്ളത് എനിക്കാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കുക, മുഹറത്തിന് സാക്ഷിയായ ഒരു സംഭവമാണ് ഫിർഔനിന്റെ പതനവും മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിജയവും എന്നത്. അതുപോലെ മറ്റൊരു സംഭവം മുഹറം മാസത്തിൽ കാലാനന്തരങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയെ മടിയിലിരുത്തി ഇങ്ങനെ കളിക്കുക. അങ്ങനെ കളിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വന്ന് കയറുന്നു ആ റൂമിലേക്ക്. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ താടി പിടിച്ച് കളിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകമാക്കി കളിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉമ്മ വെച്ച് കളിക്കുന്ന ആ ചെറിയ മോൻ ഹുസൈനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഈ ഹുസൈൻ മഖ്തൂലൻ, ഒരു ദിവസം കൊല ചെയ്യപ്പെടും എന്ന്. കൊല ചെയ്യപ്പെടും, മുസ്ലിങ്ങളെ കയ്യിനാൽ ഈ കുട്ടി കൊല ചെയ്യപ്പെടും എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് വല്ലാത്തൊരു സംഭവമായി, ഒരു വല്ലാത്തൊരു ആശ്ചര്യമായി തോന്നി. എൻ്റെ പേരക്കുട്ടി കൊല ചെയ്യപ്പെടും മുസ്ലിങ്ങളുടെ കയ്യിലാൽ എന്ന് പറയുമ്പോൾ. കാലങ്ങൾ കഴിഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട ചരിത്രം നമ്മൾക്ക് പലർക്കും അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകവുമായി കൊണ്ട് ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ ഒരു പ്രത്യേക ദുഃഖാചരണം, ഷിയാക്കൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു ദുഃഖാചരണം, അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതൊരു സംഭവം നടന്നു, അത് കഴിഞ്ഞു, അത് വളരെ ദുഃഖകരമായ സംഭവം തന്നെയാണ്. അതിന്റെ പേരിൽ നമ്മളൊരു ദുഃഖാചരണം നടത്തേണ്ടതില്ല. എന്നാലോ മൂസാ നബി അലൈഹി സ്വലാമിനെ സംരക്ഷിക്കപ്പെടുകയും അതുപോലെ ഫിറഔൻ മുക്കി കൊല്ലപ്പെടുകയും ചെയ്ത ആ സംഭവത്തെ നമ്മൾ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുകയും ചെയ്യേണ്ടതില്ല. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചത് നോമ്പനുഷ്ഠിക്കുക എന്ന് മാത്രമാണ്. അത് നമ്മൾ ചെയ്യാം. മുഹറത്തിന്റെ ആശുറാന്റെ ദിവസം, ആശുറ എന്ന് പറയുന്നത് മുഹറം 10 ദിവസത്തിലാണ്. താസുആ എന്ന് പറയുന്നത് മുഹറം 9 ദിവസത്തിലാണ്. ഈ ആശുറ, താസുആ നോമ്പിന് വളരെ പ്രാധാന്യമുണ്ട്. അത് മുഹറം 9, 10 എന്നാണോ അന്ന് നമ്മൾ നോമ്പനുഷ്ഠിക്കുക. പുണ്യമുള്ള നോമ്പാണ്, വളരെ പ്രാധാന്യമുള്ള നോമ്പാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ചു. ആ ഹിജ്റയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഉണ്ട്, പാഠം ഉൾക്കൊള്ളാനുണ്ട് നമുക്ക്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഗത്യന്തരമില്ലാത്തത് കൊണ്ടാണല്ലോ മദീനയിലേക്ക് പോകുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തല ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി കളയണം. ആരാണോ തല കൊണ്ട് റസൂലിന്റെ മുഹമ്മദിന്റെ തല കൊണ്ടുവരുന്നവർക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും മാർക്കറ്റുള്ള ഒട്ടകമായിരുന്ന ചുവന്ന ഒട്ടകം, ഹുംറുൻ നിഅം എന്നാണ് അറബി പറയുക. ആ 100 ഒട്ടകം തരും നിങ്ങൾക്ക് സമ്മാനമായിട്ട്. അങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാജ്യം വിടേണ്ടി വരുന്നത്. റസൂൽ രാത്രി വീട്ടിൽ കിടന്നുറക്കുന്നു. താൻ കിടന്നുറങ്ങിയ ആ സീറ്റില്, ആ ബെഡില് അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തി ഉറക്കുന്നു. ഇതൊരു വഞ്ചനയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറയുന്നുണ്ട്, അലി, എൻ്റെ അടുക്കല് എൻ്റെ തലക്ക് വില കൽപ്പിക്കുന്ന, എന്നെ വധിച്ചു കളയാൻ വ്യാമോഹിക്കുന്ന എൻ്റെ നാട്ടുകാരായ, എൻ്റെ കുടുംബക്കാരായ ആൾക്കാര്, അവരുടെ ഒരുപാട് ദിർഹംസുകൾ എൻ്റെ കയ്യിലുണ്ട്, ദിനാറുകൾ എൻ്റെ കയ്യിലുണ്ട്, അതെ, ഒരുപാട് രേഖകൾ എൻ്റെ കയ്യിലുണ്ട്, ഒരുപാട് പ്രമാണങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ അവർ എന്നെ വിശ്വാസമുള്ളത് കൊണ്ട് അൽ-അമീനായി എന്നെ ഏൽപ്പിച്ചതാണ്. അത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനിതാ പോവുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടുകാരനായി റസൂൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനെ എല്ലാ അമാനത്തുകളും ഏൽപ്പിച്ചുകൊണ്ട് അതെല്ലാം കൃത്യമായി കൊടുത്തിട്ട് അവകാശികൾക്കെല്ലാം കൃത്യമായി ഏൽപ്പിച്ചതിന്റെ ശേഷമേ അലി, താങ്കൾ മദീനയിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് അമാനത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നു. തന്റെ കൂട്ടുകാരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സന്തത സഹചാരിയായിക്കൊണ്ട് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് റസൂൽ ചെയ്ത ഒരു പ്ലാനിങ് നമ്മൾ മനസ്സിലാക്കണം. മാസങ്ങളോളം പ്ലാൻ ചെയ്ത ഒരു വിഷയമാണിത്. എന്നിട്ട് റസൂല്
എങ്ങോട്ടാണോ മദീന അതിന് എതിർ ദിശയിലേക്ക് പുറപ്പെടുന്നു. എതിർ ദിശയിലേക്ക് പുറപ്പെട്ടിട്ട് സൗർ ഗുഹയുടെ ഉള്ളിലേക്ക് റസൂല് രാത്രി താമസിക്കുന്നു. ദിവസങ്ങളോളം ഒളിച്ചിരിക്കുന്നു. രാത്രി എന്നല്ല, ദിവസങ്ങളോളം അവിടെ ഒളിച്ചിരിക്കുന്നു. അവിടെ ഭക്ഷണം എത്തിക്കാൻ അസ്മാ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മദീനയിലേക്ക് പോകാനുള്ള ഊട് വഴികൾ അറിയണം. റസൂലിന് അറിയില്ല. ആ മക്കയിലെ മുസ്ലിം അല്ലാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഏർപ്പാട് ചെയ്തു. എന്നിട്ട് അയാളോട് പറയുന്നു, നിങ്ങൾ വളരെ രഹസ്യമായി കൊണ്ട് ഞങ്ങളെ മദീനയിലേക്ക് എത്തിക്കണം. അദ്ദേഹം അതിനെ ഏർപ്പാട് ചെയ്യുന്നു. അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നു. ആ ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോൾ അസ്മയുടെ കാൽപാദങ്ങൾ മണലില് പതിഞ്ഞിട്ട് ശത്രുക്കൾ അങ്ങോട്ട് വരരുത് എന്ന് മനസ്സിലാക്കി മറ്റൊരു വ്യക്തി ആട്ടയും കൊണ്ട് ആ വഴിയിൽ കൂടി ഇങ്ങനെ നടത്തുന്നു. വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള ഒരു യാത്ര. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ഈ ഹിജറ നൽകുന്ന ഒരു പാഠമാണ് നമുക്ക്. എന്തൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കണം, ധാരാളമായി ആലോചിക്കണം, മുശാവറ നടത്തണം. എന്നിട്ട് മുശാവറ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആലോചനകൾ നടത്തണം. എന്നിട്ട് പ്ലാനിങ് ഇട്ടിട്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും, പരാജയപ്പെട്ടു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിജറ നൽകുന്ന ഒരു പാഠമാണത്. അതുപോലെ ഹിജറയുമായി ബന്ധപ്പെട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം പറയുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുകയും ഫിറഔനെ മുക്കി നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം പറയുമ്പോൾ ഖുർആനിലെ സംഭവം ഒരു വിഷയം പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? മൂസാ നബി അലൈഹിസ്സലാമും ബനു ഇസ്രായേലും ഓടി രക്ഷപ്പെട്ട് ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ പിന്നാലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സൈന്യാധിപതികളായ, ഏറ്റവും വലിയ ഭരണാധികാരികളായ ആ സംഘം പിന്നാലെയുണ്ട്, ഫിർഔനിൻ്റെത്. അങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഒരു വഴിയുമില്ല. മുന്നിൽ അലറി അടുക്കുന്ന കടലാണുള്ളത്, പിന്നിൽ ആയുധമേന്തി വരുന്ന ശത്രുക്കളാണുള്ളത്. എന്ന് ആ സമയത്താണ് മൂസാ നബി അലൈഹിസ്സലാമിനോട് തൻ്റെ കൂടെയുള്ള ബനു ഇസ്രായേൽ പറയുന്നത്, ഇന്നാലമുദ്റകൂൻ, ഇനി രക്ഷയില്ല, പിടിക്കപ്പെട്ടത് തന്നെ, ഇനി രക്ഷയില്ല. നിങ്ങൾ ആലോചിച്ചത് ഇനി അങ്ങോട്ട് എന്ത് രക്ഷയുള്ളത്? അപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദി, ഇല്ല, നിങ്ങളെ പിടിക്കപ്പെടുകയില്ല, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരും. വല്ലാത്തൊരു തവക്കുലായിരുന്നത്. ആ അലറി അടുക്കുന്ന കടലിന്റെ മുന്നിൽ നിന്നിട്ടാണ് പറയുന്നത്, പിന്നിൽ നിന്ന് ഓടി വരുന്ന ശത്രുവിന്റെ മുന്നിൽ നിന്നിട്ടാണ് പറയുന്നത്, ഇല്ല, നിങ്ങളെ പിടിക്കപ്പെടൂല, റബ്ബ് ഒരു മാർഗം കാണിച്ചു തരും. കാണിച്ചു കൊടുത്തു റബ്ബ്. അതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും കൂടി ഇങ്ങനെ സൗറിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുമ്പോഴാണല്ലോ ശത്രുക്കൾ ഇങ്ങനെ റസൂലിനെയും തെരഞ്ഞു കൊണ്ടുവരുന്നത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ, ആരെങ്കിലും അവര് ശത്രുക്കള് ഒന്ന് താണു നോക്കിയെങ്കിൽ നമ്മളെ രണ്ടുപേരെയും പിടിക്കപ്പെടും, കാണും, പിടിക്കപ്പെടും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞൊരു വാക്കുണ്ട്, إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا. ദുഃഖിക്കണ്ട, ദുഃഖം വേണ്ട, ടെൻഷൻ വേണ്ട, ഇന്നല്ലാഹ മഅന, പടച്ചോൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വല്ലാത്തൊരു തവക്കുൽ. വിശ്വാസിയുടെ ജീവിതത്തിന്റെ വഴിമുട്ടി നിൽക്കുമ്പോൾ ഏത് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഒരു വിഷയം, ഏത് വിഷയമാവട്ടെ, വഴിമുട്ടി നിൽക്കുമ്പോൾ അവൻ വിശ്വാസിയാണെങ്കിൽ, തവക്കുലുണ്ടെങ്കിൽ അള്ളാഹു ഒരു മാർഗം കാണിച്ചു തരും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ വിശ്വാസിയായിരിക്കണം, നമ്മൾ മുഅ്മിനായിരിക്കണം, നമ്മൾ മുഹ്സിനായിരിക്കണം, നമ്മൾ മുത്തഖിയായിരിക്കണം എന്ന് മാത്രം. അള്ളാഹു പറയുന്നത് പോലെ ജീവിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുമ്പോൾ പടച്ചോൻ എന്ത് ചെയ്യും? നമുക്ക് സംരക്ഷകനായി മാറും. റസൂൽ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചാല് നിന്റെ മുന്നിൽ പടച്ചോൻ വന്നു നിൽക്കുമെന്നോ. നിനക്കൊരു വിഷയമുണ്ടാകുമ്പോൾ അത് കുടുംബപരമായ വിഷയമാവട്ടെ,
അത് മറ്റേതെങ്കിലും വിഷയമാവട്ടെ, സാമ്പത്തികമായ വിഷയമാവട്ടെ, എന്താണെങ്കിലും ശരി, നീ മുഹ്സിനും മുത്തഖിയും മുതവക്കിലുമാണെങ്കിൽ നിന്റെ കൂടെ റബ്ബുണ്ടാകുമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഹിജ്റയും അതുപോലെ ഹിജ്റയുമായി ബന്ധപ്പെട്ട മുഹറവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ എല്ലാം അല്ലാഹുവിലേക്ക് അർപ്പിച്ച് തഖ്വയുള്ള മുതവക്കിലായ ഒരു മുഅ്മിനായി മാറാൻ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.